പച്ചമീൻ തിന്നല്ലേ? അതെന്തുവാ? പച്ചമീൻ കഴിക്കണ്ട, അത്ര തന്നെ. വേവിച്ച് തരുമ്പോ കഴിച്ചാ മതി. എന്തി കാണിക്കുന്നേ? പച്ചമീൻ കാണുമ്പോ തിന്നാൻ തോന്നുന്നു അമ്മച്ചി. പച്ചമീൻ തിന്നാലും ഞാൻ അടിയാൻ തരുവേ. പിങ്കുവിനുണ്ടായിരുന്ന ഒരു സ്വഭാവം മിക്കു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിന്നത്തില്ല. പിങ്കു പക്ഷെ അങ്ങനല്ല. പിങ്കുവിന് ഞാൻ ഈ പച്ചമീനെ വേവിച്ചുകൊണ്ട് കളയുമ്പോ പിങ്കു ഞാൻ കാണാതെ പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും പിങ്കു ക്ഷമയോടെ ഇരിക്കുന്ന കണ്ടില്ലയോ അമ്മച്ചി? ഞാൻ ഇതിന്റെ വേസ്റ്റ് എവിടെ കൊണ്ട് കളയുന്നതെന്ന് അറിയാനാ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് നോട്ടം വിട്ട് വെച്ചേക്ക്. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോ പോയി തിന്നാന്. അമ്മച്ചി പേടിക്കണ്ട, ഈ നിൽക്കുമ്പോഴും നച്ചേക്കാം. ഇനി അവിടെ ഒരിക്കലും പച്ചമീൻ തിന്നിട്ടില്ല. ഞാനും ആലോചിക്കുന്നത് ഇവിടെ ആരും കഴിക്കത്തില്ല. നിങ്ങളുടെ മമ്മിയോ ഡാഡിയോ വെല്ലാമ്മച്ചിയോ ആര്? പിങ്കുവിന് മാത്രമല്ല ഈ വൃത്തികെട്ട സ്വഭാവങ്ങള്. എത്ര പ്രലോഭിപ്പിച്ചാലും പിങ്കുമോളും മീൻ പച്ചക്ക് കഴിക്കത്തില്ല. എന്നെ കാണാൻ കഴിക്കത്തില്ലെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങോട്ട് മാറുമ്പം കാണാം കനി നിറം. അത് പിന്നെ ഞങ്ങളുടെ ജീവിത ഗുണമല്ലേ അമ്മച്ചി? പച്ചമീൻ കാണുമ്പോ ഞങ്ങൾ അങ്ങോട്ടങ്ങ് ആകർഷിക്കും. എന്നിട്ട് എന്നെ ആകർഷിക്കുന്നില്ലല്ലോടി. ചേച്ചോട് ഞാൻ സംസാരിച്ച ഞാൻ ചേച്ചിയോട്. ഞാൻ അമ്മച്ചികളിലൂടെ സംസാരിക്കരുത്. പിന്നെ ഇടയ്ക്ക് പറയാൻ വരുന്നത്. രണ്ടും കൂടെ തുടങ്ങി. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് വന്നേ. ആ പേരൊക്കെ തട്ടി താഴെ ഇടുപ്പ. ഇവളെ എങ്ങനെയും കെട്ടിടിപ്പിച്ച് പറ്റൂ. എന്നാലേ എന്റെ പ്ലാൻ നടക്കും. അമ്മച്ചിക്ക് കുലുക്കമില്ല. അമ്മച്ചിയുടെ വീക്ക്നെസ് കയറി പിടിക്കാം. അല്ലേലും മിക്കു ചേച്ചി പറയുമ്പോ അമ്മച്ചിക്ക് പിടിക്കത്തില്ല. അമ്മച്ചി ആറ്റി നോക്കി നട്ട് വളർത്തി നോക്കിയിരിക്കുന്ന കരിയാപ്പിന്റെ മൂട് കണ്ടോ? അതിന് മൂട്ടി മുട്ട അപ്പിട്ട് വെച്ചു ഈ മിക്കു ചേച്ചി. അത് ഉണക്കി കളയാനായിട്ട്. അമ്മച്ചിക്ക് കരിയാപ്പ് വളർന്നു വന്നെങ്കിൽ മിക്കു ചേച്ചി കെട്ടിട്ടോ. വേറെ എന്തും ഞാൻ സഹിക്കും. എന്റെ കരിയാപ്പ തൊട്ട് കളിച്ചാലുണ്ടല്ലോ അടിച്ചാ ശരിയാക്കും ആരായാലും. എന്താടി നാഗവല്ലിയെ പോലെ ചിരിക്കുന്നേ? കെട്ടിടാൻ പോന്നറിഞ്ഞപ്പാ ഞാൻ എന്തെല്ലാം നശിപ്പിച്ചാലും അമ്മച്ചിയുടെ കരിവേപ്പില നശിപ്പിക്കത്തില്ലെന്ന് അമ്മച്ചിക്കറിയാം. നീ